മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ്സ് 2025 ടിക്കറ്റുകൾക്കായി സന്ദർശിക്കൂ QKerala.com. ഹായ് മാം, ഞാൻ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ക്രിസിൻ്റെ ബ്രദറാണ്. ക്രിസ് ജേക്കബിന്റെ ബ്രദറോ? യാ. ക്രിസിന് ഇത്രയും വലിയ ബ്രദർ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പ്ലീസ് കം. ക്രിസിനെ മാത്സ് പഠിപ്പിക്കുന്നത് ഞാനാ. കഴിഞ്ഞ മാസം നടന്ന ഇന്റേണൽസിൽ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് കുറച്ച് ടഫായിരുന്നു. 90% കുട്ടികളുടെ മാർക്സും വളരെ മോശമായിരുന്നു. പക്ഷെ ക്രിസിൻ്റെ ആൻസർ ഷീറ്റ് നോക്കിയപ്പോൾ അവൻ എല്ലാ ക്വസ്റ്റ്യൻസിനും കറക്റ്റായിട്ട് ഉത്തരം എഴുതിയിട്ടുണ്ട്. ഉത്തരങ്ങൾ മാത്രമേ ഉള്ളൂ, അതെങ്ങനെ സോൾവ് ചെയ്തു എന്നുള്ളതിൻ്റെ സ്റ്റെപ്സ് ഒന്നുമില്ല. ആദ്യം ഞാൻ ഓർത്തു അവൻ എവിടുന്നോ നോക്കി കോപ്പി അടിച്ചതാണെന്ന്. പിന്നെ ഒരു ദിവസം ഞാൻ അവനെ ഇരുത്തി കുറേ പ്രോബ്ലംസ് അങ്ങ് സോൾവ് ചെയ്യിപ്പിച്ചു. ഞാൻ അതിശയിച്ചു പോയി. ഹി ഡസ് നോട്ട് ഹാവ് ടു റൈറ്റ് എ സിംഗിൾ സ്റ്റെപ്പ്. അവൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മുഴുവനും മനസ്സിലാണ്. അടുത്ത വർഷം ജാനുവരിയിൽ മാത്സിൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നുണ്ട്. നമ്മളൊന്ന് പരിശ്രമിച്ചാൽ UAE റെപ്രസെൻറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റിൽ ക്രിസിൻ്റെ പേരും ഉണ്ടാവും. പേരൻസിനോട് പറയണം, അവനെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യണം. യുവർ ലിറ്റിൽ ബ്രദർ ഇസ് എ ജീനിയസ്. താങ്ക് യു മാം. യു ആർ വെൽക്കം. മുത്തേ, നമ്മളിപ്പോൾ കാണാൻ വരുന്ന ആള് വലിയ കാശുകാരനാണ്. നീ ഇച്ചിരി ബഹുമാനത്തിലൊക്കെ നിൽക്കണേ. വലിയ കാശുകാരനെ കൂടുതൽ ബഹുമാനിക്കുന്ന ശരി, എല്ലാരും ഒരുപോലെ ബഹുമാനിച്ചൂടെ? നീ ബഹുമാനിച്ചാ മതി. ഞാൻ എന്തിനാണ് ഈ മീറ്റിംഗ് 11 മണിക്ക് വെച്ചതെന്ന് നിനക്കറിയാമോ? ഈ സമയത്ത് നിനക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തോണ്ട്. അതുകൊണ്ട് മാത്രമല്ല, ആൾക്കാർ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ലഞ്ചിന് പോകുന്നതിന് മുമ്പുള്ള സമയമാണ് ഈ 11 മണി. അപ്പോൾ ദേ ഇതേപോലെ ഒരു കോഫി ഷോപ്പിൽ ഒരു കോഫി, ഒരു ബിസ്ക്കറ്റ്, പരിപാടി തീർന്നു. വരുന്നയാൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലെങ്കിലോ? ഇരിക്കാനും പറ്റുന്നില്ല, ഇറങ്ങാനും പറ്റുന്നില്ല. എന്തൊരു വണ്ടി ഇത്! ഇത് മാറ്റണം. ഇയാളും കാറും തമ്മിലൊരു ടാലി ആവുന്നില്ലല്ലോ. ഹായ് ജെറി. സലീം. ഹായ് സർ. ഹായ് ജെറി. ഹായ് സർ യങ് മാൻ. ഓൾ കൂൾ, നൈസ് കാർ. പിന്നെ ജെറി, എനിക്കൊരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട്. വാ വാ. അയ്യോ, നാക്കെടുത്ത് വളർത്തപ്പോൾ ഞാൻ ഓർത്തു. ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ അല്ലേ? ഇനി ആ കാർഡ് വരച്ച് എൻ്റെ കാന്തം വരെ പറഞ്ഞു. സർ സർ, ഇവിടുത്തെ ഫുഡ് ഭയങ്കര മോശമാണ്. ആണോ? അപ്പോൾ സാറ് പുറത്തുനിന്ന് എവിടെയെങ്കിലും കഴിക്കുന്നതായിരിക്കും ബെറ്റർ. ഇപ്പോൾ നമുക്ക് ജ്യൂസ് വല്ല ഓർഡർ ചെയ്താലോ? സ്മോൾ സൈസ് ഫോർ സേഫ്റ്റി. 1 Pepsi പ്ലീസ്. Okay. 1 മസാഫി. Make it 2. Okay, sir. Yeah, make it 2. ഞാൻ വന്ന കാര്യം പെട്ടെന്ന് പറയാം. സർ. അടുത്ത മാസം 5-ാം തീയതി എൻ്റെ നെഫ്യൂവിൻ്റെ 4th വെഡിങ് ആനിവേഴ്സറിയാണ്. ഓ, അവരെ ഒരു സെക്കൻഡ് ഹണിമൂണിന് ഞാൻ ദുബായിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോവാം. ഒരു 3 ദിവസത്തെ ട്രിപ്പ്. അത് കംപ്ലീറ്റ് ഒന്ന് ചാർട്ട് ചെയ്യണം. പണ്ട് എൻ്റെ ബ്രദറിൻ്റെ ഹണിമൂൺ ഇതുപോലെ റെഡിയാക്കാൻ ഞാൻ നിങ്ങളുടെ ട്രാവൽസിൽ വന്നിരുന്നു. അന്ന് ജെറിയുടെ ഫാദർ ആയിരുന്നു മൊത്തം കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്തത്. ഓക്കെ. ഇപ്പോഴും എൻ്റെ ബ്രദറും വൈഫും പറയും അത് അവരുടെ ബെസ്റ്റ് ഹോളിഡേ ആയിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഞാൻ നിങ്ങളുടെ നമ്പർ തേടി പിടിച്ച് വിളിച്ചത്. ഓക്കെ. പൈസ എനിക്കൊരു വിഷയമല്ല. എൻ്റെ മരുമോനും മരുമോളും ഹാപ്പി ആവണം. ക്യാൻ യു ഹെൽപ്പ് മീ ഔട്ട്? ഷുവർ സർ, ഞങ്ങളെല്ലാം അറേഞ്ച് ചെയ്തോളാം. താങ്ക്സ്. Excuse me, sir. Would you like to have anything else? No, that's all. No. Okay, I'll get the bill for you. Oh, Yeah. you want me to pay the bill? Bill. Ali, what are you doing? He's the owner of this restaurant. Oh, sorry, sir. You come Sorry, with sir. me. ഹോട്ടൽ ഓണറാ? അല്ല, Bye, Jerry. സോറി സർ. ഞാൻ അറിയാതെ. ഇങ്ങ് വന്നേ. ഇനി പറഞ്ഞത് ശരിയാടോ, ഈടുത്ത ഫുഡ് കൊള്ളൂല. കണ്ട, ഞാൻ പറഞ്ഞില്ലേ. ഞാൻ പിന്നെ വിശപ്പ് കാരണം ഓർഡർ ചെയ്തതാ, വെറുതെ വയറ് കേടാകുവാനും. ഞാൻ ഇവിടുത്തെ ഷെഫിനെയൊക്കെ മാറ്റാൻ വേണ്ടി പോവാ. ഇനി പുറത്താരോടും ചെന്ന് പറഞ്ഞ. അയ്യോ ഇല്ല സർ, ഞാൻ പറയില്ല സർ, ഞാൻ പറയില്ല. ബൈ. ഓക്കെ സർ, ബൈ. ബൈ സർ. നല്ല മനുഷ്യൻ, പക്ഷെ മണ്ടനാന്ന് തോന്നുന്നു. നമ്മൾ ട്രാവൽസ് അടച്ചു കൂട്ടിയ കാര്യമൊന്നും പുള്ളി അറിഞ്ഞിട്ടില്ല. Are you planning something? യെസ്, വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ട്രാവൽസ് തുടങ്ങാൻ പോകുന്നു. How?
വെയിറ്റ് ആൻഡ് വാച്ച്. വാ. Cool. ഒരു മാസം കൊണ്ട് ട്രേഡ് ലൈസൻസ് ഒപ്പിക്കണം, കമ്പനി സ്റ്റാർട്ട് ചെയ്യണം, വണ്ടികൾ വാങ്ങണം, സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യണം, ലീഗൽ സാങ്ഷൻസ് എല്ലാം റെഡിയാക്കണം അല്ലേ? Yeah. ഇതിന്റെ തലക്കൊല്ല ഓളുണ്ടോ? എടാ നീ വിചാരിച്ച നടക്കും. എടാ നീ വിചാരിച്ച നടക്കും. നിന്റെ ആ ഫ്രണ്ടിൽ മറ്റേ അറബി ചെക്കൻ രതീഷ്. രതീഷ അല്ല എന്താണ് റഷീദ്, അവന്റെ ചെറിയൊരു ഹെൽപ്പ് കിട്ടിയാൽ മതി. നടക്കില്ല. എൻ്റെ ഫ്രണ്ട്സിനൊന്നും ഇതിലേക്ക് ഡ്രാഗ് ചെയ്യാൻ പറ്റില്ല ചെറി. എടാ എടാ അവന്റെ കയ്യിലുള്ള കാശിനൊന്നും വേണ്ടിയിട്ടല്ല, ഈ ഗവൺമെന്റ് പേപ്പേഴ്സും സാങ്ഷൻസ് ഒക്കെ ഒന്ന് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അവിടെ നല്ല കാശും കൊടുത്തോളാം. കുറച്ച്. Eben, can we focus in here? ഈ തലവിടെ വിളിച്ചു കൂടി ഒരു കാര്യമില്ല. നീ സമ്മതിക്കാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. നിനക്ക് എന്താ ഇവിടെ കാര്യം? നീ സമ്മതിച്ചാ ജെറി എനിക്കൊരു കിക്കാറ്റ് വായിച്ചു തരും. ഫാമിലി പാക്ക്. എടാ ഇതിലൊരു ഫ്യൂച്ചർ ഞാൻ കാണുന്നുണ്ട്. കടങ്ങൾ തീർത്താൽ മാത്രം പോരല്ലോ, ബിസിനസ്സിൽ നമുക്ക് വളരണ്ടേ. സ്റ്റീൽ മാത്രം ഒതുങ്ങിയിട്ട് ഒരു കാര്യമില്ല, പല ബിസിനസ്സിലേക്ക് നമ്മൾ ഇറങ്ങണം. ഏതെങ്കിലും ഒന്നിൽ പ്രശ്നം വന്നാലും നമുക്ക് പിടിച്ചേക്കാൻ പറ്റും. എടാ പ്ലീസ്. ശരി, ഞാൻ രതീഷിനെ വിളിക്കാം. റഷീദ്. ആ റഷീദിനെ വിളിക്കാം. നീ തങ്കപ്പനല്ല പൊന്നപ്പനാ പൊന്നപ്പൻ. അപ്പൊ ശരി, നിന്നെ പണി നടക്കട്ടെ. പെണ്ണുപിള്ളയുടെ വോയിസ് ഉള്ള അല്ലേ? സോറി. യാ, വിൽ ഡു ഇറ്റ് അഗൈൻ. നൈസ് വർക്ക് ജെറി. കൊള്ളാല്ലേ? ലോക കാണുമ്പോൾ തന്നെ ഒരു പ്രൊഫഷണൽ ടച്ച് ഉണ്ട്. മെല്ലെ ഡിസൈനിങ്ങിലേക്ക് ഇറങ്ങണം. ലോഗോ ഡിസൈനിങ് ഒക്കെ കഴിഞ്ഞോ? ആ ഇപ്പൊ കഴിഞ്ഞോളൂ. എങ്ങനെയുണ്ട്? കളർഫുൾ അല്ലേ? എല്ലാ കളേഴ്സും ഉണ്ടല്ലോ. കൊള്ളാല്ലേ? ഇത് ഇച്ചിരി ക്ലാസ്സായി പിടിച്ചാ. തെയ്യം പോലെ ഉണ്ട്. ഒന്ന് നീക്ക്. കിങ്ഡം ഓഫ് ഹെവൻ. പേര് കണ്ടുപിടിക്കാൻ കുറെ ബുദ്ധിമുട്ടിന്ന് തോന്നുന്നു. ഒരൊറ്റ ബട്ടൺ നിൽക്കാൻ തീരാവുന്ന പ്രശ്നമുള്ളൂ. എന്നാ ഞെക്കടാ. ഡിലീറ്റ്. നമ്മുടെ ഡിസൈൻ അത്ര മോശമൊന്നുമല്ല അല്ലേ? I like it. മീ ടു. അവന് കളർ സെൻസ് ഒന്നുമില്ലടാ. എന്ത് കുന്താണോ ഡിസൈൻ ചെയ്യണം? ഓക്കേ വരാം. നീല് ഊതറേരി ഉറപ്പാ. എന്താണ്? Nice work, Eben. കിങ്ഡം ഓഫ് ഹെവൻ. എന്തോ കുറവ് തോന്നണല്ലേ? വൺ സെക്കൻഡ്. ജേക്കബ്സ് കിങ്ഡം ഓഫ് ഹെവൻ. കൊള്ളാട്ടോ.